ഹബീബിന്റെ വഫാത്ത് നടന്ന റബീഉൽ അവ്വൽ 12-ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിമിന് എങ്ങനെയാണ് ആഹ്ലാദം പ്രകടിപ്പിക്കാനാവുക? എസ്എസ്എഫുകാരൻ പറയുമ്പോ വിഷമം വിചാരിക്കരുതേ. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിലെ 35-40 വയസ്സ് വരെ വിദ്യാർത്ഥികളാ ഇരിക്കട്ടെ, സാരല്ല. ആ സംഘടനയുടെ ഒരു ലെറ്റർ ബോർഡ് ഒരു ഭാഗത്ത് എഴുതി വെച്ചത് കാണാം, റബീഉൽ അവ്വൽ 12-ന് ലോകത്ത് മുസ്ലിമീങ്ങൾ സന്തോഷിക്കുന്നു, പിശാചുക്കളും വഹാബികളും മാത്രം ദുഃഖിക്കുന്നു. റബീഉൽ അവ്വൽ 12-ന് ലോകത്ത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നു, പിശാചുക്കളും വഹാബികളും ദുഃഖിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെറിയൊരു സാധനം ഞാൻ ഇതിലിങ്ങനെ പിടിക്കണം അറിയോ? മൗലിദ് ആഘോഷം ഇസ്ലാമികം, വഹാബിസം അനിസ്ലാമികം. ഇതൊരിടത്തിറക്കിയ പോസ്റ്റ്. അതിൽ കുറെ അതിന്റെ പോലീസ് എങ്ങനെ പറയാം. പോരാത്തതിന് മുജാഹിദിന്റെ നേതാക്കന്മാരൊക്കെ നടത്തിക്കൊണ്ടത് അവസാനം മുത്ത് റസൂലിന്റെ ജന്മദിനത്തിൽ അന്ന് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു, ഇന്ന് ഇബ്ലീസിന്റെ അനുയായികൾ പൊട്ടിക്കരയുന്നു. ആരാ ഇബ്ലീസിന്റെ അനുയായികൾ? ഇൻഷാ അല്ലാഹ് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാം. ആരാ ഇബ്ലീസിന്റെ അനുയായികൾ? നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കാം. എന്നാ റസൂല് വഫാത്തായത് റബീഉൽ അവ്വൽ 12-ന്. എന്നാ ഇപ്പൊ നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന്. ഉറപ്പുള്ള കാര്യം എന്താ? വഫാത്ത്. എല്ലാവരും അംഗീകരിച്ച കാര്യം എന്താ? വഫാത്ത്. ശരി ശരി. അല്ലാഹുവിന്റെ നബി തിരുമേനി റബീഉൽ അവ്വൽ 12-ന് ലോകത്ത് വഫാത്തായി. ആ വഫാത്താകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്തല്ലേ കൂടെയുള്ളത്. 5 നേരം കൃത്യമായി ജമാഅത്തായി 40 ദിവസം. നമ്മുടെ നാട്ടിലെ ചില ചർച്ചകളില്ലേ, 40 ദിവസം അള്ളാന്റെ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കാത്ത ഞാനും നിങ്ങളുമല്ല. ഒരു വക്ത് പോലും ജമാഅത്ത് വർഷങ്ങളായി കൊല്ലങ്ങളായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത യഥാർത്ഥ പ്രവാചക പ്രേമികളായ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ റബീഉൽ അവ്വൽ 12-ന്റെ മാനസികാവസ്ഥ എന്താ? മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ സ്വഹാബത്തുൽ ജമാഅയും കൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഉസീബ അഹദുകും ബിമുസീബ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു വലിയ വിപത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. നിശ്ചയം ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമായത് വലുത് എന്റെ മരണമാകുന്നു. ലോകത്ത് മുസ്ലിമിനെ ബാധിച്ച ഒരു ദുരന്തവുമില്ല. ഹബീബിന്റെ ദുരന്തം, ഹബീബിന്റെ വഫാത്തുമായി തട്ടിച്ചു നോക്കുമ്പോ എന്റെ വാപ്പച്ചി മരിച്ചതൊരു ദുരന്തമേ ഇല്ല. റസൂലുള്ളാഹിന്റെ മരണമാണ് ദുരന്തമായത്. പൊന്നും വെച്ചിക്ക് രോഗം വന്നതൊരു ദുരന്തമല്ല. എന്റെ പൊന്നുമോന് എന്റെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് വീണിട്ട് തലമണ്ട പൊട്ടിയിട്ട് ചോര ഒലിച്ച് തൽക്ഷണം മരിച്ചുപോയത് എത്തലോടുകൂടി കേട്ടവരോർത്തു പോയാലും അതൊരു ദുരന്തമല്ലേ? ഹബീബിന്റെ വഫാത്താണ് ദുരന്തമായത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. ഒരു പ്രദേശത്ത് മംഗലാപുരത്തിനടുത്തൊരു പ്രദേശമാ. 2 ചെറുപ്പക്കാര് ജ്യേഷ്ഠനും അനുജനും 25-കാരനും അല്ലെങ്കിൽ 22-കാരനും തൽക്ഷണം മരണമടയുകയാ. ആക്സിഡന്റ് കൂടുതൽ നടക്കുന്ന ഒരു ഏരിയ. ഏത് ആക്സിഡന്റ് നടന്നാലും ആ സമയത്ത് അവിടെ ഓടിയെത്തുന്ന ഒരു വയോധികനുണ്ട്, ഒരു മധ്യവയസ്കനുണ്ട്. അയാൾ വിളിക്കുകയാണ്, അയാൾ ഓടി വരികയാണ്. അയാൾ ഓടി വന്നിട്ട് കാറിന്റെ അടിയിൽ നിന്ന് മയ്യത്ത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അയാൾ ഞെട്ടുകയാണ്, പിടയുകയാണ്. അന്ന് മൂത്ത മകന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം പറയാൻ പുറപ്പെട്ടു പോയ എന്റെ പൊന്നു 2 മക്കളില്ലേ, എന്റെ 2 ആൺമക്കളില്ലേ, ഈ ആൺമക്കളുടെ മയ്യത്താണ്. ഏതോ ഒരു മയ്യത്തെന്ന് കരുതിയിട്ട് ഇയാൾ ഇങ്ങനെ കോരിയെടുക്കുമ്പോ അയാളുടെ മാനസികാവസ്ഥ 1-2 ആഴ്ചക്ക് മുമ്പ് മംഗലാപുരത്ത് സംഭവിച്ചു പോയതാ. എത്ര വലിയ ദുരന്തമാ, എത്ര വലിയ ദുരന്തങ്ങളാ. പക്ഷെ ആ പിതാവിനോട് അല്ലാഹുവിന്റെ നബി തിരുമേനി പറഞ്ഞു പോണത്, നിങ്ങളുടെ പൊന്നുമക്കള് നിങ്ങളുടെ കയ്യാൽ ഏതോ മയ്യത്തെന്ന് കരുതി വാരിയെടുത്തപ്പോ എന്റെ പൊന്നുമോനാണ്, എന്റെ പൊന്നുമക്കളാണെന്ന് കരുതിയപ്പോ ഞെട്ടിപ്പോയില്ലേ? ഈ ഞെട്ടലിനെക്കാളും വലിയ ഞെട്ടല് ഹബീബിന്റെ വഫാത്താണ്. ഇത് നടന്നത് റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം എന്റെ വഫാത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയാ,
അല്ലാഹുവിന്റെ നബി തിരുമേനി വീണ്ടും പറയാ യുഹാതിബുനാ ഫയഖൂൽ യാ അയ്യുഹന്നാസ് അയ്യുമാ അഹദിൻ മിനന്നാസ് ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബതി. അല്ലയോ ജനങ്ങളെ, സ്വഹാബത്തിനെ വിളിച്ചിട്ട് നബി തിരുമേനി പറഞ്ഞു പോവുകയാ, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ, മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ, മരണപ്പെട്ടു പോയാൽ, സ്വന്തം വീടവരവന്റെ തലക്കുമേടെ വീണിട്ട് മരണമടയേണ്ടി വന്നാൽ, ദുരന്തങ്ങളായി വലനബുലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ദുരന്തങ്ങളായ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുക. എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുക. ഏതാണ് എന്നിൽ നിന്നുള്ള ദുരന്തമെന്നറിയോ? ഈ ലോകത്ത് സ്വഹാബത്തിനെ തനിച്ചാക്കിയിട്ട് അള്ളാന്റെ ഹബീബ് ലോകം വിട്ടുപോയില്ലേ, മരണപ്പെട്ടില്ലേ? ഈ ലോകത്ത് സുന്നിയും ശിയയുമായി വ്യത്യസ്ത സംഘടനകൾ ലോകത്തുണ്ടായതിന് കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തല്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തല്ലേ? ഖാദിയാനികൾ, ശിയാക്കൾ, സുന്നികൾ, തബ്ലീഗുകാർ, സമസ്തക്കാർ, ഒരുപാട് സംഘടനകൾ, ഖവാരിജികൾ, മുഅ്തസിലികൾ, എത്ര സംഘടനകളാണ് ഉമ്മത്ത് മുസ്ലിമക്കിടയിൽ. അള്ളാഹുവിന്റെ ഹബീബ് ഹയാത്തിലുണ്ടെങ്കിൽ സംഘടനകൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, മഹല്ല് ഭിന്നിക്കുമായിരുന്നില്ലല്ലോ, സുന്നിയും മുജാഹിദും വേർതിരിയുമായിരുന്നില്ലല്ലോ. ഒരു വീട്ടിൽ വാപ്പച്ചി ഒരു ആദർശത്തില്, പൊന്നുമക്കള് വേറൊരു ആദർശത്തില്, ചിലയിടങ്ങളിലൊക്കെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ വാപ്പമാര് വിളിക്കുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനെ എന്നാണ്. ഇത്രത്തോളം ദുരന്തങ്ങൾ ഈ സമുദായത്തിനകത്തുണ്ടായതിന്റെ കാരണം ഹബീബിന്റെ ആ വഫാത്ത് നടന്നത് റബീഉൽ അവ്വൽ 12 വിശ്വാസികളെ റബീഉൽ അവ്വൽ 12 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വഫാത്തായപ്പോ എന്താ സംഭവിച്ചത്? സ്വഹാബികളിൽ ഒരാൾ റാലി നടത്തിയില്ല, സ്വഹാബികളിൽ ഒരാൾ കുലാബി കുടിച്ചില്ല, സ്വഹാബികളിൽ ഒരാൾ റബീഉൽ അവ്വൽ 12 പായസം വെച്ചില്ല, ഒരാളും ഊണ് താട്ടിയില്ല, ഒരാൾ ദഫ് മുട്ടിപ്പാടിയില്ല, ഒരാൾ മറവന മുട്ടിയില്ല, ഒരാൾ ആർക്കും ഹദിയ നൽകിയില്ല. സ്വഹാബത്ത് മുഴുവനും ദുഃഖത്തിലാ, സ്വഹാബത്ത് മുഴുവനും പ്രയാസത്തിലാ. അല്ലാഹുവിന്റെ നബി തിരുമേനി മരിച്ചു എന്നറിഞ്ഞപ്പോ കൂട്ടത്തിലൊരാളുമായിട്ട് വരികയാ. വാളുമായിട്ട് വരുന്ന ആളാരാണെന്നറിയോ? റസൂലുള്ളാഹിക്കെതിരെ ഒരു വട്ടം വാളുമായി വന്ന ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തില് നബിയുടെ വിഷയത്തിൽ 2 തവണ വാളെടുത്തിട്ടുണ്ട്. ഒന്ന് നബി തിരുമേനിയെ കൊല്ലാനാണെങ്കിൽ, മറ്റൊരു വാളെടുക്കൽ എന്തിനാണെന്നറിയോ? എന്റെ റസൂല് മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ റബീഉൽ അവ്വലിൽ റസൂലുള്ള റബീഉൽ അവ്വലിൽ 12 ഹബീബ് വഫാത്തായെന്ന് ഇത് കേട്ടവരൊക്കെ നബി തിരുമേനി മരിച്ചു എന്ന് പറയുമ്പോ ഒരാൾ മാത്രം വാളെടുത്തിട്ട് നിൽക്കുകയാ. സീനാ മലയിലേക്ക് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്നത് പോലെ എന്റെ ഹബീബ് തിരിച്ചു വരുമെന്ന് പറയുക, കോപിക്കുകയാണ്, തലയറുത്ത് കളയുമെന്ന് പറയാൻ നബിയുടെ വിഷയത്തിന് വാളെടുക്കുകയാണ്. സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 റസൂൽ മരിച്ചു എന്ന് പറഞ്ഞ വാളെടുക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് മഹാനവറുകൾ കടന്നു വരികയാ, സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാ, റസൂലുള്ളാഹിക്ക് വഴിമാറ്റി കൊടുക്കുകയാ, നബിയുടെ അടുത്ത് വരികയാ, എത്തിത്തടത്തിൽ ശുദ്ധിക്കുകയാ, ഉപ്പയും ഉമ്മയും അങ്ങേക്ക് ഹദിയാണെന്ന് പറയുകയാ. എന്നിട്ട് ആയത്തോതുകയാണ്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ആയത്തങ്ങ് കേട്ടപ്പോ സഹാബത്തിന് ബോധ്യമായി. എന്നിട്ട് അവർ വീണ്ടും ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ കൂട്ടുകാരാ, ഹബീബ് ലോകത്തുനിന്ന് ഇഹലോകവാസം പടിഞ്ഞു പോയോ? ഇതൊക്കെ കേട്ടിട്ട് തൊട്ടപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് ആളുമായി. അദ്ദേഹം അങ്ങനെ തന്നെ ബോധരഹിതനായി വീഴുകയാ. സ്വഹാബത്തിന്റെ മാനസികാവസ്ഥ റബീഉൽ അവ്വൽ 12 എന്താണെന്നറിയോ? ലമ്മാ കാനൽ യൗമുല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം المدينة أضاء منها كل شيء ولما كان اليوم الذي مات فيه أظلم منها كل شيء.
അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പ്രവേശിച്ചില്ലേ? ആ പ്രവേശിച്ചപ്പോ ദിവസം സകല ചരാചരങ്ങളുടെയും അന്തരംഗം ആഹ്ലാദപൂരിതമായി. എന്നാൽ അവിടുന്ന് ഹബീബ് ഒരു റബീഉൽ അവ്വൽ 12 ഈ ലോകത്ത് നിന്നങ്ങ് മറമടഞ്ഞപ്പോ, മൺമറഞ്ഞു പോയപ്പോ, യാത്രയായപ്പോ സർവചരാചരങ്ങളുടെയും അന്തരംഗം കെട്ടുപോയി. സ്വഹാബത്ത് പറയുകയാ, സ്വഹീഹ് ഇബ്നു മാജയിൽ 1322 നമ്പർ ഹദീസിലാ. വിശ്വാസികളെ, മുസ്ലിങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെ, അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 വാളെടുത്തു. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 ആകെ പ്രയാസപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 അന്തരംഗം കെട്ടവരായി, ഇനി എന്തെന്നറിയാത്തവരായി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാതോർത്തവരായി. അവരാരും കുലാവി കുടിച്ചില്ല, പായസം കുടിച്ചില്ല, ഘോഷയാത്ര നടത്തിയില്ല. 2 പെരുന്നാളിനെക്കാളും വലിയ ആഘോഷം അവരാരും പറഞ്ഞില്ല. നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം, റബീഉൽ അവ്വൽ 12 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് നടന്നു? എല്ലാവരും ദുഃഖിച്ചു, വിഷമിച്ചു, വേദനിച്ചു, പ്രയാസപ്പെട്ടു. 1400 വർഷങ്ങൾക്കിപ്പുറം എന്ത് സംഭവിക്കുന്നു? സന്തോഷം, പുതുവസ്ത്രം, ആചാരം, ആഘോഷം, യാത്ര, റാലി, പടക്കം പൊട്ടിക്കൽ, മുദ്രാവാക്യങ്ങൾ, ഹമാരാ റസൂൽ, തുമാരാ റസൂൽ, അപ് അപ് മുഹമ്മദ് നബി. അപ്പൊ മറ്റൊരു പറയും ഡൗൺ ഡൗൺ ഈസാ നബി. മുദ്രാവാക്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്ത് ഏതൊരു നിലപാടിലാണോ, അതേ നിലപാടിലാണ് ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അവകാശം. എന്നാൽ അന്ന് പിശാച് പൊട്ടിക്കറിഞ്ഞു. ഇന്ന് സമസ്തക്കാർ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എഴുതിയ SSF പൊട്ടിച്ചിരിക്കും. ഇബ്ലീസിന്റെ അനീതികളായി ഓല് പറഞ്ഞു, ഞാൻ ഓൽക്കന്നെ കൊടുക്കാൻ, ആരും ഇബ്ലീസാക്കല്ല. റസൂലിന്റെ സ്വഹാബത്ത് റബീഉൽ അവ്വൽ 12 കരഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ 12 ദുഃഖാചരണം, കറുത്ത കൊടി, താത്തിക്കെട്ടല്, അതൊന്നും സ്വഹാബത്ത് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങളും ചെയ്തില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു നബിയുടെ വഫാത്ത്.